എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, യുവസുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരും വളരെ ദൂരം യാത്ര ചെയ്താണ് ഈ സന്ധ്യയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് അറിയാം. ഈ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പിൻബലങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുൻകാലങ്ങളിൽ ഈ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസുകൾ നിയന്ത്രിച്ചിരുന്നത് ഇടവക തലത്തിലും മറ്റുമായിരുന്നെങ്കിൽ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസ് ഭദ്രാസനം നേരിട്ട് നടത്തുകയാണ്. ഇതിന്റെ ചുമതലക്കാരനായി മറ്റു വൈദികരോടൊപ്പം അഭിമന്യ തിരുമേനി എന്നെയും ഈ ചുമതല ഏൽപ്പിച്ചു. ഇടവകയിൽ നിന്ന് ഇത്രത്തോളം ആളുകളെ സഹകരിപ്പിക്കുവാൻ പരിശ്രമിച്ച എല്ലാവരോടുള്ള നന്ദിയും ആദരവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May I now request our beloved Bishop, His Grace Dr. Matthews Mar Timotheus Tirumeni, to deliver the presidential address. ദൈവത്തിന്റെ ഒരു തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ സറാഫീം തിരുമേനി, വന്നിയ വൈദിക സഹോദരങ്ങളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഞാനിവിടെ ഇരുന്ന് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ 5 വർഷത്തിന് മുമ്പ് ആദ്യത്തെ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതിന് ആരംഭിച്ചപ്പോൾ അത് തുടങ്ങുന്ന ദിവസം വരെയും it is quite uncertain whether it will happen or not. ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നാം വളരെയേറെ വളർന്നു. വളരെ വിപുലമായ ഒരു സൗകര്യത്തിൽ വളരെയധികം ആളുകളുടെ സഹകരണത്തോടെ ഈ സമ്മേളനം നടത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഭദ്രാസനത്തിലെ ആത്മീയ സംഘടനകൾ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം ഇത് വേണ്ട അതുപോലെയുള്ള എല്ലാ സംഘടനകളും മറ്റ് ഭദ്രാസനങ്ങളോടൊപ്പം തന്നെ ശക്തമായി ഈ ഭദ്രാസനത്തിലും പ്രവർത്തിക്കുന്നു. അതിനോടൊപ്പം ഇന്ന് നമ്മുടെ ഭദ്രാസനത്തിലെ ഏതാണ്ട് UK റീജിയനിലെ ഒരു 4 ആളുകളെ ഇവിടെ സമ്മേളിക്കുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയ ഒരു വിജയമാണ്. അപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിലുള്ള മുഴുവൻ കുടുംബങ്ങളും സമ്മേളിക്കുമ്പോൾ അത് ഈ രാജ്യം തന്നെ ഉറ്റുനോക്കത്തക്ക വിധത്തിലുള്ള ഒരു വലിയ ഒരു കൂട്ടമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പല പ്രയാസങ്ങളിലൂടെയാണെങ്കിലും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ആ വഴി നടത്തിയ പാതകൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. ആദ്യകാലത്ത് ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും അവരാലാവുന്ന വിധത്തിൽ ഉത്സാഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മൺമറഞ്ഞ പിതാക്കന്മാരെയും വൈദികരെയും ഒക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. കുടുംബത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കുടുംബത്തിലാണ് ദൈവത്തിന്റെ കൃപയിൽ നാം വളരുവാൻ പരിശീലിക്കുന്നത്. ആ കുടുംബം അനുഗ്രഹമുള്ളതായി തീരുവാനും ദൈവകൃപ കൊണ്ട് നിറയുവാനും സംഗതിയാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 ദിവസം ഒരൊറ്റയ്ക്കാണ് താമസിച്ചത്. ഇന്ന് they are joining with their family and they are worshiping together, and to know the many meaning and function of the family, the values and culture and tradition, and to experience that in their house and also with their sharing with the bigger community of the Malagra Orthodox Church. On behalf of this diocese, I extend a warm welcome to our Seraphim Tirumeni and നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഈ വർഷത്തെ നമ്മുടെ ഫാമിലി കോൺഫറൻസ്
ഉദ്ഘാടനം ചെയ്യുവാനായി സറാഫിൻ തിരുമേനിയെ സദയം ക്ഷണിക്കുന്നു. അനുഗ്രഹകരമായിട്ട് ഈ കോൺഫറൻസ് പരിസമാപിക്കാൻ തക്കോളം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ പ്രസംഗത്തിനായി അഭിമന്യ സറാഫിൻ തിരുമേനിയെ ക്ഷണിച്ചു. Glory be to the triune God. My Guru and the Diocesan Metropolitan of this diocese, Your Grace Timotheos, Very Reverend Philip Jacob Philip Coropiscopa, Diocesan Secretary Reverend Father Thomas John, Reverend Fathers, Coordinator of the Family Conference, Mr. Jacob, respected parents, brothers and sisters, and my dear children in Christ. When people get together, it creates an energy. There are two types of energy. One is constructive and the other one is destructive. When I was sitting there and seeing all of you, I felt the positive energy. And I am glad I am also be part of this family and youth conference. I thank God for Tirumeni. He taught me in the seminary, and now I am seeing under his leadership this diocese is growing spiritually and physically. My responsibility is to felicitate this conference, particularly for this meeting. The keynote address will be followed, and Achan asked me to do it after the meeting. So I really congratulate the parents, because I have been with the young people of this diocese, this region, for the last 2 days. I saw how they are involved in the church. I saw how they are eager to learn what we believe. I saw how they are united. And as Tirumeni said rightly, they are the backbone. So encourage them. But today, I am more thrilled to see the small children who have gathered here. That means you have more responsibilities, parents. We came from India, particularly from Kerala, and we are here. And we came here for the means of life. But we have to be very careful that we need to find out the meaning of life. That depends on our family life, our church life, and also our social life. Let this conference help us to have that vision, the meaning of life.
And also when we go back, let us have a different, I would say, a different lifestyle which is very close to the way of orthodoxy and the spirituality of our church. May God bless you. Thank you very much. തുടർന്നുള്ള ആശംസ പ്രസംഗത്തിനായി ഭദ്രാസന സെക്രട്ടറി തോമസ് പി ജോൺസൺ ക്ഷണിച്ചു. തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൻ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, we are so much treasured with a very vibrant young generation. Never underestimate them. They will be our future. And we will have the next generation. And these youngsters will train their young ones. And these rises will grow. And we will be able to witness Christ in this part of the world. ദേശത്ത് പട്ടക്കാരനും വടക്കിന്റെ ആചാര്യനുമായ ഫാദർ ഹാപ്പി ജേക്കബിനെ തുടർന്നുള്ള ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അഭിമന്യ തിരുമേനിമാരെ, പ്രിയ വൈദികരെ, കർത്താവിൽ സ്നേഹിതരെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓരോ ദിവസവും ആരംഭിക്കുന്ന തന്നെ ഒരു അതിശയമില്ല. കാണുന്നതും പ്രവർത്തിക്കുന്നതും ചെന്നു ചേരുന്നതും എല്ലാം അതിശയമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു കോൺഫറൻസും ഒരു അതിശയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഏറ്റവും എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച 3 വ്യക്തിത്വങ്ങളുടെ ഒരു സംഗമം എൻ്റെ അധ്യാപകനായിരിക്കുന്ന മദ്രാസ് മെത്രാപ്പൊലീത്ത തിരുമേനി, എൻ്റെ കൂടെ സെമിനാരി വിദ്യാഭ്യാസം എന്നമേ ചെയ്തു പോയ അഭിമന്യ സെറാഫിൻ തിരുമേനി, എൻ്റെ യൗവന കാലത്ത് ഒരു പെട്ടെന്ന് ഒരു ക്ലിക്കായി ഒരു ടേൺ ആവാൻ സാധിച്ച അഭിമന്യ മെൽത്തിയോസ് തിരുമേനി, ഇങ്ങനെ ഒരുപാട് പേരുടെ സാന്നിധ്യം കൂടിച്ചേരുമ്പോൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവുമായി അത് ചേരുമ്പോൾ അത് ഏറ്റവും അതിശയമായ ഒരു സംഗതിയായി മാറുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ നല്ല ഫലം നേരിൽ കാണുവാനും ദൈവം ഇടയാക്കിയതിൽ അതിയായി സന്തോഷിക്കുകയും എല്ലാ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസ്മരിക്കും. മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധീകരിച്ച് മിസ്റ്റർ ഹബ്സൻ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ കോൺഫറൻസിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. എന്നെ സംബന്ധിച്ചും ഇത് വളരെ ഭാഗ്യമായ അനുഭവമാണ്. വന്യരായ തിരുമേനിമാരോട് വൈകിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ യൂത്തിൻ്റെ കോൺഫറൻസ് 2 ദിവസം നിന്ന് കോൺഫറൻസ് ഒരു വൻ വിജയമായി തന്നെ തിരുമേനിമാർ കാണുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള 2-3 ദിവസത്തെ ഫാമിലി കോൺഫറൻസ് ഒരു വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ ഞാൻ ചുരുക്കി. Now we are officially entering to the theme session. May I humbly request His Grace Dr. Abraham Mazarafan to deliver the keynote address. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തിരുമേനി, വന്യ വൈദികരെ, കർത്താവിനെ അനുഗ്രഹീതരെ, ഈ തീം തന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ മെൽത്തിയോസ് തിരുമേനി ഞാനും ഈ കാര്യത്തിൽ വലിയ കേമന്മാരാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നു. എന്തിനെക്കുറിച്ച്? കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ കേമന്മാരാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നു. രണ്ടിലേതാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വർഷത്തെ പ്രധാന തീമായിട്ട് തിരഞ്ഞെടുക്കുക, തീം ഓഫ് ദിസ് കോൺഫറൻസ്, നർച്ചറിംഗ് ഫാമിലി ലൈഫ്, mystery and mastery of Orthodox spirituality.